ഹായ് ഹലോ നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർട്ടിബ്രേറ്റ് ആനിമലുകളെ കുറിച്ചാണ്. സോ നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. സുവോളജി പ്രാക്ടിക്കൽ പരീക്ഷയിലെ 2ാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടറും എക്കണോമിക് ഇമ്പോർട്ടൻസും അഡാപ്റ്റേഷനും എഴുതാനാണെങ്കിൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കണ്ടെത്താനുള്ളത് വെർട്ടിബ്രേറ്റ് ആനിമലെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ഏതാനും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതാനും അഡാപ്റ്റേഷൻ ഏതാനുമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ ആ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അധ്യാപകൻ പറയുന്ന ചിലപ്പോൾ അധ്യാപകൻ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ആയിരിക്കും പറയാം, ചിലപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും പറയാം, ചിലപ്പോൾ അഡാപ്റ്റേഷൻ ആയിരിക്കും പറയാം. ഏതാണോ അധ്യാപകൻ പറയുന്നത് അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് ഉത്തരം എഴുതുക. നമുക്ക് പഠിക്കാനുള്ള വെർട്ടിബ്രേറ്റ് ആനിമൽ 1 ഷാർക്ക്, 2 രോഹു, 3 ഫ്രോഗ്, 4 കലോട്ടസ്, 5 പീജിയൻ, 6 റാബിറ്റ്. നേരത്തെ അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അരമാർക്ക്, അതിൻ്റെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അഡാപ്റ്റേഷനോ അധ്യാപകൻ പറയുന്നതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അരമാർക്ക്. അങ്ങനെ ടോട്ടൽ 1 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ഏതാണെന്ന് നിങ്ങൾ പറ. അതെ, ഇതെന്താണ്? ഷാർക്കാണ്. ഇനി ഷാർക്കിൻ്റെ അപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇതെന്താണ് ഷാർക്കാണെന്നുള്ളത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രം പഠിക്കുകയാണ്. ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് എന്ത് ഫിഷാണ്? കാർട്ടിലേജിനസ് ഫിഷാണ്. കോൺട്രിക്ടൈസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണ്. ഇതിൻ്റെ മൗത്ത് വെൻട്രലാണ്. നോക്കൂ, മൗത്ത് താഴ്ഭാഗത്താണ് കാണുന്നത്. മൗത്ത് താഴ്ഭാഗത്താണ്. ഇത് ആൻറ്റീരിയർ സൈഡ്, ഇത് പോസ്റ്റീരിയർ സൈഡ്, ഇത് ഡോർസൽ, ഇത് വെൻട്രൽ സൈഡിലാണ് എന്ത് കാണുന്നത്? മൗത്ത് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവൻ്റെ ശരീരത്തിൽ കവർ ചെയ്തിരിക്കുന്ന സ്കെയിൽ പ്ലക്കോയിഡ് സ്കെയിലാണ്. അപ്പോൾ ഈ 3 പോയിന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് കാർട്ടിലേജ് ഫിഷാണ്, മൗത്ത് വെൻട്രലാണ്, പ്ലക്കോയിഡ് സ്കെയിലാണ്. ഇനി അഡാപ്റ്റേഷൻ, ഇതിന് സ്ട്രീം ലൈനഡ് ബോഡിയാണ്. അപ്പോൾ ആ സ്ട്രീം ലൈനഡ് ബോഡി ആയതുകൊണ്ട് ഇറ്റ് റെഡ്യൂസ് റെസിസ്റ്റൻസ് വൈൽ സ്വിമ്മിങ്. നീന്തുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ് നന്നായിട്ട് കുറക്കും, സുഖസുന്ദരമായിട്ട് നീന്താൻ കഴിയുന്നതാണെന്നുള്ളതാണ്. പിന്നെ ഇവൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞ ഗിൽസ് ആണ്. ഫിൻസ് ഉണ്ട്. ഈ ഫിൻസ് എന്ത് ചെയ്യും? ഈ നീന്തുന്ന സമയത്ത് സ്റ്റിയർ ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കും. എക്കണോമിക് ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനകത്തുനിന്ന് ഫിഷ് ഓയിൽ ലഭിക്കുന്നു. ഷാർക്കിൻ്റെ ലിവർ ഓയിലിൻ്റെ പ്രത്യേകത വൈറ്റമിൻ എയും ഡിയും റിച്ച് ആണ്. അതിൻ്റെ സ്കിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ലെതർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയാം അതെന്താണ്? ഷാർക്കാണ്. അതിൻ്റെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ എന്താണ്? കാർട്ടിലേജസ് ഫിഷാണ്, മൗത്ത് വെൻട്രലാണ്, പ്ലക്കോയിഡ് സ്കെയിൽ ഉണ്ട് എന്നുള്ളതാണ്. അഡാപ്റ്റേഷൻ സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. അപ്പോൾ അത് നീന്തുന്ന സമയത്ത് അതിൻ്റെ ഫ്രിക്ഷൻ കുറക്കുന്നു, പിന്നെ സുഖസുന്ദരമായിട്ട് നീന്താൻ കഴിയുന്നു. ഫിൻസ് ഉണ്ട്. ഈ ഫിൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിയർ ചെയ്യാനും പിന്നെ ഡയറക്ഷൻ ചെയ്യാനും നീന്തുവാനൊക്കെ സുഖസുന്ദരമായിട്ട് കഴിയുന്നു. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ? ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. അതിനകത്തുനിന്ന് ലിവർ ഓയിലുകൾ ലഭിക്കുന്നു. അത് വൈറ്റമിൻ എയും ഡിയും റിച്ച് ആണ്. അതിൻ്റെ സ്കിൻ ഉപയോഗിച്ച് ലെതർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഷാർക്ക് കഴിഞ്ഞു. ഇനി ഇതേതാ ഫിഷ്? ഇതേതാണ്? രോഹു എന്ന് പറയുന്ന ഫിഷാണ് അല്ലേ? രോഹു എന്ന് പറയുന്ന ഫിഷാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കാർട്ടിലേജ് ഫിഷ് ആണെങ്കിൽ ഇതെന്താണ്? ബോണി ഫിഷാണ്. ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതെന്ത് ഫിഷാണ്? ബോണി ഫിഷാണ്. മൗത്ത് ടെർമിനൽ ആണ് അല്ലേ? മൗത്ത് അറ്റത്താണ് മൗത്ത് കാണുന്നത് എന്ന് പറയുന്നത്. മറ്റവൻ്റെ സ്കെയിൽ ഏതായിരുന്നു? പ്ലക്കോയിഡ് സ്കെയിലാണ്. ഇവൻ്റെ സ്കെയിൽ എന്താണ്? സൈക്ലോയിഡ് സ്കെയിൽ. അപ്പം ബോണി ഫിഷാണ്, ടെർമിനലാണ് മൗത്ത്, സൈക്ലോയിഡ് സ്കെയിലാണ്. മറ്റേതിൻ്റെ അതേപോലെ അഡാപ്റ്റേഷൻ ഇതിനും കൊടുക്കാം. സ്ട്രീം ലൈനഡ് ബോഡിയാണ്, അതുകൊണ്ട് അത് റെസിസ്റ്റൻസും സ്വിമ്മിങ്ങിനൊക്കെ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഫിൻസ് ഉണ്ട്, അതെന്തിനു സഹായിക്കും? സ്റ്റിയറിങ്ങിനും ബാലൻസിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളർത്താറുണ്ട്. ഈ മീനെ വളർത്തിയിട്ട് ധാരാളം ആൾക്കാർക്ക് പിന്നെ ജോലി സാധ്യതകൾ ലഭിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഈ ഫിഷിനെ വളർത്തിയിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ ഏതൊക്കെയാണ്? ബോണി ഫിഷ് ആണ്, ടെർമിനലാണ് മൗത്ത്, സൈക്ലോയിഡ് സ്കെയിൽ ഉണ്ട്, സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, ഫിൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിയർ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. നീന്തുന്ന സമയത്ത് ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് കൾച്ചർഡ് ഇൻ പോണ്ട്. കുളങ്ങളിലൊക്കെ അത് നീ വളർത്തുന്നു. അങ്ങനെ ധാരാളം സാമ്പത്തിക ലാഭം കൃഷിക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി ഏത് കഴിഞ്ഞു? 2 ഫിഷ് കഴിഞ്ഞു. 1 ഷാർക്ക്, 2 രോഹു എന്ന് പറയുന്നത്. ഓക്കെ,
ഇതേതാ? എല്ലാവർക്കും അറിയാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോഗിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം? ഏതെങ്കിലും 2-3 ഐഡന്റിഫൈങ് ക്യാരക്ടർ പഠിക്കുക. 2 ഐഡന്റിഫൈങ് ക്യാരക്ടർ പരീക്ഷയ്ക്ക് ഒന്ന് എഴുതിയാൽ മതി. പറയൂ, ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക്. ബോഡി എന്ന് പറയുന്ന ഭാഗം ഹെഡ് ആൻഡ് ട്രങ്ക്, നെക്കും ടെയിലും എന്താണ്? ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിക്കാം. ദ ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ്, ട്രങ്ക്, നെക്കും ടൈലും ആബ്സെൻ്റ് ആണ്. സ്കിന്ന് ഭയങ്കര മോയിസ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. കാരണം റെസ്പിറേഷൻ നടക്കുന്നത് സ്കിന്ന് വഴിയാണ്. ഒന്ന് ലങ്സ് വഴി റെസ്പയർ ചെയ്യും, ബക്കൽ ക്യാവിറ്റി വഴി റെസ്പയർ. അപ്പോൾ ഈ 3 പോയിന്റുകൾ തന്നെ അടിപൊളിയായിട്ട് പഠിക്കാം. ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക്, നെക്ക് ആൻഡ് ടൈൽ ആർ ആബ്സെൻ്റ്. സ്കിന്ന് മോയിസ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. റെസ്പിറേഷൻ നടക്കുന്നത് സ്കിന്ന് വഴി, ലങ്സ് വഴി, ബക്കൽ ക്യാവിറ്റി വഴി. ഓക്കെ, ഇനി അഡാപ്റ്റേഷൻ എങ്ങനെയാണ്? ഇവൻ എവിടെ ജീവിക്കുന്നത്? വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, കരയിലും ജീവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതിന് വേണ്ടി അവർക്ക് റെസ്പയർ ചെയ്യാൻ വേണ്ടി സ്കിൻ എന്താണ്? മോയിസ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എന്ത് റെസ്പിറേഷൻ? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. പിന്നെ ഇവൻ എന്ത് കാണിക്കുന്നു? ഹൈബർനേഷൻ, വിൻ്റർ സ്ലീപ്പ് കാണിക്കുന്നു. എയ്സ്റ്റുവേഷൻ, സമ്മർ സ്ലീപ്പ് കാണിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും അഡാപ്റ്റേഷൻ ആക്കി എടുക്കാം. സ്കിന്ന് മോയിസ്റ്റ് ആണ്, പിന്നെ ഇവൻ വെള്ളത്തിലും ജീവിക്കാൻ കഴിയും, കരയിലും ജീവിക്കാൻ കഴിയും. അതിനുവേണ്ടി അതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം വെൽ മോഡിഫൈഡ് ആണ്. സ്കിന്ന് വഴി റെസ്പയർ ചെയ്യാം, ലങ്സ് വഴി റെസ്പയർ ചെയ്യാം, ബക്കൽ ക്യാവിറ്റി വഴി റെസ്പയർ ചെയ്യാം എന്ന് പറയുന്നു. പിന്നെ ഇത് ഹൈബർനൈസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? സമ്മർ സ്ലീപ്പ് ചെയ്യുന്നതാണ് അല്ലേ? സമ്മർ സ്ലീപ്പിന് ഐസ്റ്റുവേഷൻ എന്നും വിൻ്റർ സ്ലീപ്പിന് ഹൈബർനേഷൻ എന്ന് പറയും. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഈസ് ഫ്ലഷ് ഫുഡ് ഫോർ മാൻ. ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ ഫ്ലഷ് പിന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇതൊരു കാർണിവോർ ആണ് അല്ലേ? അപ്പോൾ കൃഷിയിടത്തിൽ വരുന്ന പ്രാണികളെയും മറ്റും തുരത്തുവാനൊക്കെ സഹായിക്കും. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഇൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഫുഡ് ചെയിനിലും ഫുഡ് വെബിൽ ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ്. ഒപ്പം തന്നെ ഇത് പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സോ ഇറ്റ് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ഇൻ ദ അഗ്രികൾച്ചർ. കൃഷിയിടത്തിലെ പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ഏതൊക്കെയാണ്? ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക്, ടെയിൽ ആൻഡ് നെക്ക് ആർ ആബ്സെൻറ്റ്. സ്കിന്ന് മോയിസ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. റെസ്പിറേഷൻ നടക്കുന്ന സ്കിന്ന്, ലങ്, ബക്കൽ ക്യാവിറ്റി വഴി. അത്രയും പഠിക്കാം. അഡാപ്റ്റേഷൻ എന്താണ്? സ്കിന്ന് വഴി സ്മൂത്ത് ആണ്, മോയിസ്റ്റ് ആണ്. അത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എന്താ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ? സ്കിന്ന് വഴി റെസ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഹൈബർനേഷൻ ഉണ്ട്, വിൻ്റർ സ്ലീപ്പിന് സഹായിക്കുന്നു, സമ്മർ സ്ലീപ്പിന് സഹായിക്കുന്നു. എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു ചില രാജ്യങ്ങളിൽ. പിന്നെ ഇത് an important member in the food chain and food web because it control the biological control of the പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്? ഫ്രോഗ്. ഭയങ്കര രസമാണല്ലേ? വെർട്ടിബ്രേറ്റ്. അടുത്ത് ഇതെന്താണ്? വളരെയധികം ഈസിയാണ്. ഏതാണ്? കെലോട്ടസ് എന്ന് പറയുന്ന സാധനം അല്ലേ? ഈ കെലോട്ടസിനെയും എന്ത് പഠിക്കണം? ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ പഠിക്കണം, അഡാപ്റ്റേഷൻ പഠിക്കണം, എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഏതൊക്കെ ഭാഗം? നമുക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ പഠിക്കാം. ഇതിൻ്റെ ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ടൈൽ. ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ട്രങ്ക് ഉണ്ട്, ടെയിൽ ഉണ്ട്. ബോഡിൻ്റെ മോൾഡ് എപ്പിഡെർമൽ സ്കെയിൽ, മൈന്യൂട്ട് സ്കെയിലുകളുണ്ട്. ഇതിന് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയും അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ്. അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാമോഫ്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റുകൾ പഠിക്കാം. ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ്, നെക്ക്, ട്രങ്ക്, ടെയിൽ. ബോഡിയെ കവേർഡ് ബൈ എപ്പിഡെർമൽ സ്കെയിൽ. കാരണം ഇതൊരു റെപ്റ്റീലിയാണല്ലോ. റെപ്റ്റീലിൻ്റെ പ്രത്യേകത എന്താ? ബോഡി ഈസ് കവേർഡ് ബൈ എപ്പിഡെർമൽ സ്കെയിൽ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ഇവൻ്റെ ശരീരത്തിന് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയും അക്കോർഡിംഗ് ടു സറൗണ്ടിങ്. അതുകൊണ്ട് ആ പരിപാടിയെ വിളിക്കുന്ന പേര് കാമോഫ്ലേജ് എന്ന് പറയുന്ന സംഭവം. ഒന്നത്. ഇനി അടുത്തത് ഇവൻ്റെ അഡാപ്റ്റേഷൻ എന്താ? ആ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചോളൂ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ചേഞ്ചിങ് കളർ അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ്. സറൗണ്ടിങ്ങിനനുസരിച്ച് കളർ മാറാൻ കഴിയുന്നതാണ്. സോ ഇറ്റ് പ്രൊട്ടക്ട് ഫ്രം പ്രെഡേറ്റർ. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മെയിൽ ലിസാർഡിൻ്റെ പ്രത്യേകത. ഈ മെയിൽ ലിസാർഡിൻ്റെ നെക്ക് ക്രിംസൺ റെഡ് കളറാവും ഡ്യൂറിങ് ബ്രീഡിങ് സീസൺ ടു അട്രാക്ട് ദ ഫീമെയിൽ. ഇണ ചേരുന്നതിന് വേണ്ടി, സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കഴുത്തെന്ത് ചെയ്യും? ക്രിംസൺ റെഡ് കളറാവും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ബോഡി ഈസ് കവേർഡ് ബൈ എപ്പിഡെർമൽ സ്കെയിൽ. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്? ബോഡി ഈസ് കവേർഡ് ബൈ എപ്പിഡെർമൽ സ്കെയിൽ. ഇവൻ്റെ കളർ സറൗണ്ടിങ്ങിനനുസരിച്ച് മാറും. അതിനെ കാമോഫ്ലേജ് എന്ന് പറയും. കാമോഫ്ലേജ് എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്ട് ഫ്രം ദ പ്രെഡേറ്റേഴ്സ്. മൂന്നാമത്തത് മെയിൽ ലിസാർഡിൻ്റെ നെക്ക് ക്രിംസൺ റെഡ് കളറാവും ഡ്യൂറിങ് ബ്രീഡിങ് സീസൺ. എന്തിനു വേണ്ടി? ടു അട്രാക്ട് ദ ഫീമെയിൽ. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഈറ്റ് ഇൻസെക്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ക്രോ. നമ്മുടെ കൃഷിയിടത്തിൽ വരുന്ന ഇൻസെക്റ്റുകളെയൊക്കെ കൊല്ലുന്നതാണ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ദ ഫുഡ് വെബ്. ഫുഡ് വെബിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് ഫ്രോഗിൻ്റെ. അതേ എക്കണോമിക് ഇമ്പോർട്ടൻസ് തന്നെയാണ്. പക്ഷേ ഫുഡായിട്ട് ഉപയോഗിക്കില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ അത് ഉപയോഗിക്കണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് പഠിക്കുക. ഇതൊരു പെസ്റ്റുകളെ നന്നായിട്ട് തുരത്തും, ഇൻസെക്റ്റുകളെ നന്നായിട്ട് തുരത്തുന്നതാണ്. സോ നമ്മുടെ ക്രോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഇൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. അപ്പോൾ ചിത്രം കണ്ടാൽ മനസ്സിലാവില്ലേ? ആദ്യമേ ശ്രദ്ധിക്കുക, ഞാനിവിടെ കാണിക്കുന്ന ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാകണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ പോയിന്റുകളൊക്കെ പഠിക്കുക. അടുത്തത് ഏതാണെന്ന് നോക്കാം.
ഹായ്, എന്ത് ഭംഗിയുള്ള സംഭവമാണ്. എല്ലാവർക്കും അറിയാം ഇതെന്താണ്, പ്രാവ് അല്ലെ, പീജിയൻ എന്ന് പറയുന്ന സംഭവം. പീജിയൻ എങ്ങനെയാണെന്ന് മനസ്സിലായി, ഇതെന്തുകൊണ്ട് പീജിയൻ ആണെന്ന് മനസ്സിലായി. ഭയങ്കര സിമ്പിളാടോ. ഈ മോണ്ടിസോറി കുട്ടികൾക്ക് വരെ പറയാം. ദ ബോഡി ഈസ് കവേർഡ് ബൈ എന്തുണ്ട്, ചിറകുകളുണ്ട്, സോറി ഫെദേഴ്സ്, തൂവലുകളുണ്ട് എന്നുള്ളതാണ്. ഫോർ ലിംബ് മോഡിഫൈഡ് ഇൻറ്റു വിങ്സ്. അതിൻ്റെ ഫോർ ലിംബ് എന്തായി മാറി, ചിറകുകളായി മാറി. ഈ ചിറകുകൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ഫെദേഴ്സുകൾ കൊണ്ടാണ്. അത്ര മതി, ആ 2 പോയിന്റുകൾ മതി. അടുത്ത് അഡാപ്റ്റേഷൻ. എന്താണ് പറക്കുന്നതിന് ഇതിന് അനുകൂലനങ്ങൾ എന്തെല്ലാം. വിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫെദേഴ്സ്. പിന്നെ എന്ത് ചെയ്യുന്നു, ടെയിലുണ്ട്, ഇവന് വാലുണ്ട് അല്ലേ. ഈ വാൽ ഉപയോഗിച്ച് ബോഡി സ്റ്റിയർ ചെയ്യും പറക്കുന്ന സമയത്ത്. ഇവൻ്റെ ബോൺ ന്യൂമാറ്റിക്ക. എന്ത് ഈ ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവൻ്റെ ബോണിനകത്ത്, ലോങ് ബോണിനകത്ത് എയർ ക്യാവിറ്റി ഉണ്ടാവും. ഇങ്ങനെ എയർ ക്യാവിറ്റി ഉള്ള എല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റിക്. അത് ബോഡി വെയിറ്റ് കുറയ്ക്കും. അപ്പോൾ പറക്കുന്നതിന് സുഖസുന്ദരമായിട്ട് കറക്കുന്നതാണ്. ഇറ്റ് ഹാസ് എ കീൻ വിഷൻ. നല്ല അടിപൊളി വിഷൻ ആണെന്നുള്ളതാണ്. ഇനി ഇതിന് പുറമെ ഇതിൻ്റെ ലങ്സിന് മുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് എയർ സാക്ക് ഉണ്ട്. ആ എയർ സാക്ക് റെസ്പിറേഷന് സഹായിക്കുന്നു. പറക്കുന്ന സമയത്തൊക്കെ റെസ്പിറേഷന് സഹായിക്കുന്നു. ഒപ്പം തന്നെ ബോയൻസി പ്രൊവൈഡ് ചെയ്യും പറക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, വളരെ സിമ്പിളാണ്. തൂവലുകളുണ്ട്, കൈകൾ എന്തായി മാറി, ചിറകുകളായി. ഫോർ ലിംബ് മോഡിഫൈഡ് ഇൻറ്റു വിങ്സ്. അത് മാത്രം മതി ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താ, സെയിം. ഫോർ ലിംബ് മോഡിഫൈഡ് ഇൻറ്റു വിങ്സ്. വിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫെദേഴ്സ്. അതും എഴുതാം. പിന്നെ ഇവന് ടെയിലുണ്ട്, എന്തിനു വേണ്ടി, സ്റ്റിയറിംഗ് ദ ബോഡി. പറക്കുന്ന സമയത്ത് ബോഡിയെ സ്റ്റിയർ ചെയ്യുന്നതിന് വേണ്ടി. ബോൺസ് ന്യൂമാറ്റിക്. എന്ത് ന്യൂമാറ്റിക്, ലോങ് ബോൺസിനകത്ത് എയർ ക്യാവിറ്റി ഉണ്ട്, അതാണ് ന്യൂമാറ്റിക് ബോൺ എന്ന് പറയുന്നത്. കീൻ പവർ ഓഫ് വിഷൻ ഉണ്ട്. പിന്നെ അഡീഷണൽ എയർ സാക്സ് ഉണ്ട്, ലങ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എയർ സാക്സ് ഉണ്ട്, വിച്ച് പ്രൊവൈഡ് അഡീഷണൽ റെസ്പിറേഷൻ. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്, ഇവൻ്റെ ഫ്ലഷും എഗ്ഗും ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നു മനുഷ്യന്മാർ. പിന്നെ അതിൻ്റെ എക്സ്ക്രീറ്റ, അതിൻ്റെ വേസ്റ്റ് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ തൂവലുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഷട്ടിൽ കോക്കുകളൊക്കെ ഫെദർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെന്ന് പറയുന്നത്, PG എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ, വളരെ സിമ്പിളാണ് അല്ലേ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഈസി. ചിലപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ അതിൻ്റെ എഗ്ഗും ഫ്ലഷും എന്തായിട്ട് ഉപയോഗിക്കുന്നു, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ എക്സ്ക്രീറ്റ, വേസ്റ്റ്, അതിൻ്റെ പിന്നെ മാന്യൂറായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ പിന്നെ ഫെദർ കൊണ്ട് നമ്മൾ ഷട്ടിൽ കോക്ക് കൊണ്ട് ഉപയോഗിക്കുന്നു. ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ. അടുത്തതെന്താണ് പറയൂ, അടിപൊളി. എല്ലാവർക്കും അറിയാം, റാബിറ്റ്. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ് ഫുൾ സ്കോർ രണ്ടും 1 മാർക്ക് വാങ്ങിച്ചു. ഇനി റാബിറ്റാണ്, വെർട്ടിബ്രേറ്റിലാണ്, റാബിറ്റാണ്. ഈ ചിത്രം മനസ്സിലായല്ലോ. ഇനി എങ്ങനെ മനസ്സിലായി ഇത് റാബിറ്റാന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താ, ഇവൻ്റെ ശരീരം കവർ ചെയ്തുകൊണ്ട് ഫൈൻ ഹെയർസ്, മൈന്യൂട്ട് രോമങ്ങളുണ്ട്. അവന് മൂവബിൾ, പിന്നെ അവൻ്റെതാ ഈ ചെവിയില്ലേ, അതിങ്ങനെ ഇളക്കാൻ കഴിയുന്നതാണെന്നുള്ളത്. ഈ 2 മതി. ഇനി ഒന്നുകൂടി പഠിച്ചോ. ഇവൻ്റെ ടെയിലുണ്ട്, അത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ടെയിലാണ്. ഇറ്റ് ഹാസ് എ ഷോർട്ട് അപ്വാർഡ് ബുഷി അപ്വാർഡ് കർവ്ഡ് ടെയിൽ. ഇങ്ങനെ വളഞ്ഞ പിന്നെ വാലായിരിക്കും അതിനകത്തുണ്ടാവുക. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നോക്കൂ. എന്താണ്, ബോഡി ഈസ് കവേർഡ് ബൈ ഫൈൻ ഹെയർസ്, മൂവബിൾ പിന്നെയുണ്ട്. പിന്നെ അവൻ്റെ വാലിൻ്റെ പ്രത്യേകത ബുഷിയാണ്, അപ്വാർഡാണ്, കർവ്ഡ് ടെയിലാണെന്നുള്ളതാണ്. ഇനി അവൻ്റെ അഡാപ്റ്റേഷൻ എന്താ അറിയോ, നല്ല രസമാണ് അഡാപ്റ്റേഷൻ. അതിൻ്റെ ഫോർ ലിംബ്, കൈകൾ എന്തിനു വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്തത് അറിയോ, ഡിഗിങ് ദ ബൊറോസ്, എന്താണ്, കുഴി കുഴിക്കാൻ വേണ്ടി. വേറാസ് ദ ഹൈൻഡ് ലിംബ്, കാലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ, ലീപ്പിംഗ്, ചാടി പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പിന്നെ അതിന് മാമറി ഗ്ലാൻഡ് അറിയാലോ, ഇതൊരു മാമലാണല്ലോ. ആ മാമറി ഗ്ലാൻഡ് കുഞ്ഞുങ്ങൾക്ക് നൗറിഷ്മെൻറ്റ്, ന്യൂട്രീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അവൻ്റെ വാലിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഒരു വാർണിംഗ് സിഗ്നൽ കൊടുക്കുവാനാണ്. എന്തെങ്കിലും ഡേഞ്ചർ, അപകടം എത്തുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, അവൻ്റെ വാലിട്ട് ഇങ്ങനെ ഇളക്കും. ടെയിൽ ഈസ് യൂസ്ഡ് ആസ് എ വാർണിംഗ് സിഗ്നൽ ടു അതർ റാബിറ്റ് വെൻ ഡേഞ്ചർ അപ്രോച്ചസ് എന്നുള്ളതാണ്. പിന്നെ ഫൈൻ ഹെയർസ് എന്തിനു വേണ്ടിയാ, ടു കീപ് ദ ബോഡി ടെമ്പറേച്ചർ. ഒന്നുകൂടി നോക്കൂ മക്കളെ, ബോഡി ഈസ് കവേർഡ് ബൈ ഫൈൻ ഹെയർസ് എന്ന് പറയുന്നത്. അതിന് ലാർജ് മൂവബിൾ പിന്നെയുണ്ട്. പിന്നെ എന്തുണ്ട്, പിന്നെ അതിന് വാലുണ്ട്, അത് ബുഷി അപ്വാർഡ് കർവ്ഡ് ടെയിലാണ്. അവൻ്റെ കൈകൾ, ഫോർ ലിംബ് എന്തിനു വേണ്ടി മോഡിഫൈ ചെയ്തതാണ്, ഫോർ ഡിഗിങ് ദ ബറോസ്, മണ്ണ് കൊയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൈൻ ലിംബ് എന്തിനു വേണ്ടിയാണ്, ചാടി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ലീപ്പിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന് മാമറി ഗ്ലാൻഡ് ഉണ്ട്, മാമലാണല്ലോ. മാമറി ഗ്ലാൻഡ് എന്തിനു വേണ്ടിയാണ്, ഫോർ നൗറിഷിങ് ദ ബേബി, അതിന് കുഞ്ഞുവാവക്ക് നൗറിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വാലുണ്ട്, ആ വാല് എന്തിനു വേണ്ടിയിട്ടാണ്, ആ വാല് എന്തെങ്കിലും ഇതിൻ്റെ അടുത്തേക്ക് അപകടങ്ങൾ എത്തുമ്പോൾ ഇവൻ്റെ വാലിങ്ങനെ ഇളക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാർണിംഗ് സിഗ്നൽ ടു അതർ റാബിറ്റ് വെൻ ഡേഞ്ചർ അപ്രോച്ച്. തൻ്റെ സുഹൃത്തുക്കൾക്ക് വാർണിംഗ് സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവൻ ഹെയറി സ്കിൻ, ബോഡി ഈസ് കവർഡ് ബൈ ഹെയറി സ്കിൻ ആണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കീപ് ദ ബോഡി ടെമ്പറേച്ചർ. ഇനി അവൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കൂ. അതിൻ്റെ ഫ്ലഷ് എഡിബിൾ ആണ്, അതിൻ്റെ സ്കിൻ ലെതർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്.
മിക്കവാറും നമ്മൾ എക്സ്പെരിമെൻ്റൽ ആനിമലായിട്ട് ബയോളജി ജീവിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റാബിറ്റ്. ഇറ്റ് ഈസ് എന്ത് അടിപൊളി റാബിറ്റ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ ആനിമൽ ഇൻ മെഡിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ച്. ഇനി റാബിറ്റ് വളർത്താണ്ട് അങ്ങനെ റാബിറ്റ് ധാരാളം പേര് വളർത്താറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഏതെങ്കിലും ഒരു പോയിന്റ്, ഇതിനകത്തുനിന്ന് ഒരു പോയിന്റ്, ഇതിനകത്തുനിന്ന് ഒരു പോയിന്റ്, ഇതിനകത്തുനിന്ന് ഒരു പോയിന്റ്, 2 പോയിന്റ് പഠിച്ചു പോവുക, പരീക്ഷയ്ക്ക് 1 പോയിന്റ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് എഡിബിളാണ്, ഇതിൻ്റെ സ്കിന്ന് ലെതർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊരു എക്സ്പെരിമെൻ്റൽ ആനിമലാണ്. സോ അത് റിയർ ചെയ്യാറുണ്ട്, വളർത്താറുണ്ട്. ഇതിനെ വളർത്തിയിട്ട് ധാരാളം പേർക്ക് കൃഷി പിന്നെ സാമ്പത്തിക ലാഭം ലഭിക്കാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലേ? എന്താണ് വെർട്ടിബ്രേറ്റ് ആനിമൽ. ആ വെർട്ടിബ്രേറ്റ് ആനിമലെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അഡാപ്റ്റേഷനോ ഏതാണ്? അപ്പം ഒന്നാമത്തത് ഇൻവെർട്ടിബ്രേറ്റ്, രണ്ടാമത്തത് വെർട്ടിബ്രേറ്റ്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.